ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫത്തൂസ് കുക്കിംഗ്. ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. കറി ലീഫ് ചിക്കൻ കറിയാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണേ. ഇതിൽ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 1 ബേ ലീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 4 സവാള ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ടാണ് നമ്മൾ 4 എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വലുതാണെങ്കിൽ 3 മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ഒരു സ്മോൾ പീസും പിന്നെ ഗാർലിക് ഒരു 5 ക്ലോവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ ചില്ലി 6 എണ്ണം, ഇത് ഹാഫായിട്ട് സ്ലൈസ് ചെയ്താണ്. പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കറിവേപ്പില അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇത് കുക്കാവുന്നതിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് മസാലകൾ വറുത്തെടുക്കാനുണ്ട്. ഇപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ വേണം. കോക്കനട്ട് ഓയിലാണ്. പിന്നെ ഒരു 3 അല്ലെങ്കിൽ 4 തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കാർഡമൺ ഫോറും പിന്നെ സിനമൺ സ്റ്റിക്ക് 2 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് ഇല്ലെങ്കിൽ പെപ്പർ പൗഡർ മാത്രമേ ഉള്ളെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. ഇനി ആ സെയിം പാനിൽ തന്നെ നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ സവാളയും എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടൊമാറ്റോൻ്റെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ എടുത്തേക്കുന്നത് വലിയ ടൊമാറ്റോ ആണ്, അതുകൊണ്ടാണ് 1 എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളത് ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ 2 എടുത്താൽ മതി. ഇത് നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ടൊമാറ്റോ പ്യൂരി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 കിലോ ചിക്കനാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിലെ ജ്യൂസൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് നേരത്തെ എടുത്ത കറി ലീഫും പെപ്പറിൻ്റെയും മിക്സറാണ്, പൊടിച്ചെടുത്തതാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ കണ്ടതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വെള്ളം ഒഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതിനനുസരിച്ചാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉള്ള കറിവേപ്പില, ഇതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റും മണവുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.